ഭഗവാനെ രക്ഷിക്കണേ. ആഹാ, ഇതാരാ? ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ? എവിടെ കഴിയാൻ, കൊച്ചുതമ്പുരാട്ടിയുടെ ഓരോ തീരുമാനങ്ങളല്ലേ. വടിയടി, കത്തിക്കുത്ത്, കാളപ്പോര്, ഇതിന്റെയൊക്കെ മാഷന്മാരെ തിരക്കി രാവിലെ ആള് പോയിട്ടുണ്ട്. വൈകുന്നേരത്തിന് മുമ്പ് വരുമായിരിക്കും. ശ്രീദേവിക്ക് ദൈവങ്ങളുമായിട്ട് നല്ല അടുപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഉടനെ തന്നെ നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം നടക്കണമെന്ന്. ഇപ്പൊ അതല്ലല്ലോ ഇവിടെ വിഷയം. പലവട്ടമായി ഞാൻ ശ്രദ്ധിക്കുന്നു, വിഷയം മാറ്റി സംസാരിക്കുന്ന കാര്യത്തിൽ ശ്രീദേവി കാട്ടുന്ന താല്പര്യം. ഇവിടെ ഞാൻ ആദ്യം വന്ന് കണ്ടതും എന്റെ മുറപ്പെണ്ണായി സങ്കല്പിച്ചതും ശ്രീദേവിയാണ്. കോടികളുടെ അധിപയായ പെൺകുട്ടിയുടെ വിനയം കണ്ട് ഞാൻ അതിശയിച്ചു. പിന്നെ യഥാർത്ഥ കോടീശ്വരിയെ കണ്ടിട്ടും ആദ്യം കണ്ട ആളെ മറക്കാൻ കഴിഞ്ഞില്ല. അറിയാതെ പറ്റിയൊരു പിഴവ്, അതങ്ങനെ തന്നെ മറന്നാ മതി. സത്യത്തിൽ നിങ്ങൾ മലയാളം പറയുമ്പോൾ ഞാൻ എൻ്റെ വീടിനെ കുറിച്ച് ഓർക്കും. അത്ര വ്യക്തമായ ഓർമ്മയൊന്നുമില്ല. നാട്ടിൽ നിന്ന് വരുന്നവരെ കാണുമ്പോഴും മലയാളം കേൾക്കുമ്പോഴും വെറുതെ തോന്നും വളരെ വേണ്ടപ്പെട്ടവരാണെന്ന്. അപ്പോ ഭാഷയോട് മാത്രമേ സ്നേഹമുള്ളൂ, അത് പറയുന്നവരോടില്ലല്ലേ? ഞാൻ വരുമ്പോ വേദന കൊണ്ട് കരയായിരുന്നു. എന്തു പറ്റി? കാലുവേദന എന്ന് പറഞ്ഞത്. അമ്മേ വേണ്ട, ഇപ്പോഴാ ഉറങ്ങിയത്, വിളിക്കണ്ട. ஸ்ரீதேவி, உன்னை எங்கெல்லாம் தேடுறது? எச்சக்கல நாயே, அங்க வந்து காப்பி கொண்டு குடிக்க சொன்னா இங்க என்னடி செய்யற? உன்னை என்ன செய்யறேன் பாரு. பாருங்க பாடி. എന്താ മോനെ ഇത്? അമ്മ കിടന്നേ. ദൈവമേ, പാവം കുട്ടിയാ. ശ്രീദേവി, മറന്നു വെച്ചതാ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ ശ്രീദേവി തല്ലുകൊണ്ടത്. പാവം ആങ്ങളയുടെ മകളുടെ സ്നേഹവും പരിചരണവും അനുഭവിക്കാൻ ആർത്തി പിടിച്ചു വന്നതാ എന്റെ അമ്മ. ഇങ്ങോട്ട് പോരാൻ സമ്മതിച്ചത് ഞാൻ ചെയ്തൊരു തെറ്റാ. പോണം, മടങ്ങി പോണം. അതിന് തക്കോണം ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ എളുപ്പാ. പക്ഷേ ആരും ഇല്ലാതാവുന്നതിനേക്കാളും നല്ലതാ ആരായാലും ഒരാൾ ഒരിടം ഉണ്ടാവുന്നത്. തനിച്ചാവുമ്പോഴുണ്ടാവുന്ന വേദന അത് അനുഭവിച്ചാലേ മനസ്സിലാകൂ. പോട്ടെ, അമ്മ ഉറങ്ങിക്കാണില്ല.
பூபதி ஏய்யா, என்ன திமிரு இருந்தா நீ என் வீட்லயே சம்பந்தம் பேச வருவ? ஆவேசப்படாதீங்க முத்தச்சி. நான் நிறுத்தினாலும் சொந்தங்களை நிறுத்திட முடியுமா? என்ன, நான் கொஞ்சம் தூரத்து சொந்தம், அதனால அந்நியன் ஆயிருவனா? தூரத்து சொந்தம்னு சொல்லி எங்க கிட்ட மடிப்பிச்ச கேட்டியே, அத மறந்துட்டியா? இல்ல உன்னையும் குடும்பத்தையும் காப்பாத்தின கவுண்டர் நாயரை மறந்துட்டியா? ஆமா, அவர் எப்போ செத்து சுடுகாட்டுக்கு போயிட்டாரு. இன்னும் அவரை பத்தியே பேசிட்டு இருக்கிற. ഓഹോ, കൗണ്ടർ നായർ മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു അല്ലേ? വീണ്ടും പോയി പഠിച്ചു വിട്ടാൻ. வாயா வக்கீலு, அப்ப என்னடானா எனக்கு திருட்டு பட்டம் கட்டி இந்த வீட்டை விட்டு வெளியே அனுப்பி என் வாழ்க்கையை கெடுத்த. இப்ப என்னடானா கவுண்டர் நாயர் சாவும் பொழுது தந்திரமா ஏதேதோ சொல்லி எழுத வச்சு அந்த உயிரை காட்டி என் புள்ள வாழ்க்கையை கெடுக்க பாக்குறியா? பூபதி, அப்பா, நான் தாலி கட்ட போறது ராஜவல்லிய, சம்மதம் கேட்க வேண்டியது அவகிட்ட தானே. இந்த கிழவி கிட்ட என்ன பேச்சு? டேய், ஒரு அடி எடுத்து வச்ச நடக்கிறதே வேற. ஏண்டா, என்ன தைரியம் இருந்தா என் எதிர்த்து நின்னு பேசுவேன்? வக்கீலே, இவரை கழுத்தை பிடிச்சு வெளியில தள்ள சொல்லு. கடவுளே, மங்களகரமா பேச வேண்டிய இந்த நேரத்துல அமங்கலமா பேசி காரியத்தை கெடுக்கிறீங்களே. താൻ ആരോടാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഓർമ്മയുണ്ടോ? ആദ്യം പുറത്തിറങ്ങ. யோ, அதெல்லாம் அந்த காலம். பூபதி கவுண்டர் இப்ப நினைச்சா டெல்லி வரைக்கும் பேசுவாரு. ஏய், எதுக்குடா பெரிய பேச்செல்லாம் பேசிக்கிட்டு? முத்தச்சி, நடந்ததெல்லாம் மறந்துட்டு நடக்க போறத பாருங்க. இந்தாங்க, தட்டை வாங்கிக்கங்க. எடுத்துட்டு போடா. நான் ரொம்ப கடவுள் பக்தி உள்ளவன். என் மகன் தர்மராஜுக்கும் கவுண்டர் நாயர் மக ராஜவல்லிக்கும் முத்தச்சி கண்ணு முன்னாலேயே கல்யாணம் நடக்கும். എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? വെറുതെ. അമ്മയ്ക്ക് അസുഖം എങ്ങനെ? കുറവുണ്ട്. കുറവാണെന്ന് നടിക്കുന്നു. അമ്മ മാത്രമായിട്ട് എന്തിന് അഭിനയിക്കാതിരിക്കണം? ഇവിടെ എല്ലാരും ഉള്ളിലുള്ളത് പുറത്തു പറയാതെ അഭിനയത്തിലാണല്ലോ. ശ്രീദേവി പോലും. അയ്യോ, ഞാൻ ഊരും പേരും ഇല്ലാത്ത ഒരു പാവം വേലക്കാരി പെണ്ണ. ആ നില ഞാൻ മറക്കാൻ പാടില്ല. നീ ഇന്നലെ പറഞ്ഞല്ലോ, ആരുമില്ലാത്തതിനേക്കാൾ നല്ലതാ ആരായാലും ഒരാൾ ഒരിടം ഉണ്ടാവുന്നതെന്ന്. ആ ഒരാൾ എനിക്ക് നീയാ. എന്റെ അമ്മയെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയെ മതി എനിക്ക്. ധനവും സമ്പത്തും ഒന്നും എനിക്ക് വേണ്ട. ഞാൻ എതിർത്തൊന്നും പറയരുത്. ശ്രീദേവി, ஸ்ரீதேவி, இந்த பொண்ணு எங்க போனா? என் கண்ணாடி எங்க வச்சேனே, எங்க வச்சேன்னு தெரியலையே. ஸ்ரீதேவி, யாரங்க? ஸ்ரீதேவி, எங்க வச்சேன்? ഞാൻ ഇവിടെ ഉണ്ട് മുത്തശ്ശി. ഇതാ കണ്ണാടി. வர வர கண்ணாடி வைக்கலன்னா ஒண்ணுமே தெரிய மாட்டேங்குது. ஆரா, அது நீ ஆயிருந்தோ? இங்க வா. അവിടെ ആരോ രണ്ടുപേര് നിന്നത് പോലെ തോന്നിയല്ലോ. അതെ, രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് ഞാൻ, ഒന്നെന്റെ ഷാഡോ. നിഴൽ നിഴൽ നിഴൽ. ഓ, അത് ശരി. അല്ല മുത്തശ്ശി, കണ്ണാടി ഇല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഒട്ടും കണ്ണു കാണാൻ പാടില്ലേ? அப்படிയൊന്നും இல்ல, ഒരു ചെറിയ മങ്ങല്, அவ்வளவுதான். മങ്ങലെന്ന് പറഞ്ഞാ ഇത്ര അടുത്ത് നിന്നാ കാണാൻ പറ്റുമോ? കണ്ണാടി ഇല്ലെന്നാ தெரியாது. ദൈവമേ, രക്ഷപ്പെട്ടു.
രക്ഷപ്പെട്ടോ? അല്ല, ഇങ്ങനെ ഒരു കണ്ണാടി ഉള്ളത് കൊണ്ട് മുത്തശ്ശി രക്ഷപ്പെട്ടു എന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ എന്തെല്ലാം കുഴപ്പമുണ്ടായേനെ ഇവിടെ. കുഴപ്പമാ? അതല്ല, കണ്ണാടി വെച്ചപ്പോ മുത്തശ്ശിക്ക് നല്ലൊരു എടുപ്പുണ്ട്. എടുപ്പാ? എടുപ്പ്, അഴക്, അഴക്, ഏഴഴക്. ഗൗണ്ടർ നായർ മാതിരിയേ മരുമകനും ഗട്ടിക്കാരൻ. അപ്പൊ കണ്ണാടി അടിച്ചു മാറ്റിയാൽ തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കാം.